ഈറ്റിയുടെ പ്രതിവാര ഓഹരി വിശകലന പ്രോഗ്രാമായ വാച്ച് ലിസ്റ്റിന്റെ 16ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്യാപാരാഴ്ചയും ഇന്ത്യൻ വിപണി നേട്ടത്തോടെയാണ് അവസാനിച്ചത്. സർവകാല റെക്കോർഡ് നിലവാരം തിരുത്തിയെഴുതി മുന്നേറുന്നതും നമ്മൾ സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത മോത്തിലാൽ ഓസ്വാൾ, മാർക്ക് സാൻസ് ഫാർമ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കുന്നത് നമ്മൾ കണ്ടു. ഇനി അടുത്ത ആഴ്ചയിലേക്ക് പുതിയ 2 ഓഹരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്, JSW എനർജി എന്നിവയുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്റു പ്രകാശ്, ആസ്ട്രോ മൈക്രോവേവ് ഓഹരിയുടെ ഫണ്ടമെന്റൽ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് 1990 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് ഫ്രീക്വൻസി അധിഷ്ഠിതമായ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പറയുകയാണെങ്കിൽ റഡാർ, ആന്റിന എന്നിവയുടെ സബ് സിസ്റ്റംസ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ് ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ്. ഡിഫൻസ്, ടെലികോം, സ്പേസ് തുടങ്ങിയ മേഖലയിലേക്കാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു റവന്യൂ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ 65% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഡിഫൻസിൽ നിന്നാണ് കാണാം. ഇത് കഴിഞ്ഞ വർഷം, അതായത് തൊട്ട് മുന്നത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ 45% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ പകുതിയിലധികം, ഒരു 3-2 ഭാഗത്തുള്ള അവരുടെ റവന്യൂ കിട്ടുന്ന ഡിഫൻസ് സെക്ടറിലേക്ക് കേന്ദ്രീകരിച്ചെന്ന് കാണാം. അത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തലത്തിലുള്ള ഒരു പുഷുണ്ട്. തദ്ദേശീയമായിട്ട് പ്രതിരോധ മേഖലയിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കാനുള്ള ഗവൺമെൻറ് ആ പുഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണഫലം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ സ്വകാര്യ കമ്പനി ആണെങ്കിൽ കൂടിയും അത് കിട്ടുന്നുണ്ട്. ബാക്കി ഈ കഴിഞ്ഞ വർഷം വരെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവർ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ട് 47% റവന്യൂ ലഭിച്ചിരുന്നത് ഇപ്പോൾ അത് 21% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസ് സെക്ടറിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിലൂടെ ലഭിക്കുന്ന 12%-ഓളമാണ്. റവന്യൂ ഒരു സെറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ നോൺ കോർ ഇൻകം കൂടുന്ന ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും ഡിഫൻസ് സെക്ടറിലോട്ട് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പുഷ്, ആ ഒരു അതിലുണ്ടാകുന്ന വളർച്ചയുടെ എല്ലാം നേട്ടം ഈ കമ്പനിക്ക് കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി കമ്പനിയുടെ ഓർഡർ ബുക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Q1 റിസൾട്ട് വന്നപ്പോൾ കമ്പനി മാനേജ്മെൻറ്റ് പറഞ്ഞ കമൻറ്ററി പ്രകാരം 2100 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് നിലവിലുണ്ട് എന്ന് പറഞ്ഞു. അതായത് തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ കമ്പനിയുടെ മൊത്തം വരുമാനത്തിന് 2 മടങ്ങുണ്ട്. ആ ഒരു റവന്യൂ വിസിബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണത്. ഇനിയിപ്പം എന്നാൽ ക്രമേണ അവർ പുതിയ ഓർഡർ പിടിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ ഓർഡർ അവർക്ക് ലഭിക്കുന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ Q1, അതായത് ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തെ 1 സാമ്പത്തിക പാദത്തിൽ തന്നെ 302 കോടിയുടെ കരാർ ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതലും ഡിഫൻസ് സെക്ടറിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് വായിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ, അതായത് രാജ്യത്തെ പ്രതിരോധ മേഖലയെ ബന്ധപ്പെട്ടുള്ള ആയുധ സംഭരണം അല്ലെങ്കിൽ സംഭരണത്തിന് എടുക്കുന്ന തീരുമാനം എടുക്കുന്നതിൻ്റെ ഹയസ്റ്റ് അതോറിറ്റിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കേട്ടിരുന്നത് ഏകദേശം 1 ലക്ഷം കോടിയോളം, അതായത് 1,44,000 കോടിയോളം രൂപയുടെ ആയുധങ്ങൾ പുതിയതായിട്ട് വാങ്ങുന്നതിനും മോഡേണൈസ് ചെയ്യുന്നതിനും വേണ്ടിയൊരു കരാർ നൽകിയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ഓഹരിയിൽ ഒരു മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കമ്പനിയുടെ ക്ലയൻസ് നോക്കുമ്പോഴും വലിയ ആൾക്കാരൊക്കെ തന്നെയാണുള്ളത്. ISRO ഉണ്ട്, ഇന്ത്യൻ ഡിഫൻസ്, അതായത് സായുധ സേനകൾ, ഗവൺമെൻറ് ലാബോറട്ടറീസുമൊക്കെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. L&T ഉണ്ട്, അദാനി ഉണ്ട്, HAL ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ക്ലയൻസ്. അപ്പം ക്ലയൻസിന് ദ്വാരം കാണുമ്പോൾ തന്നെ കമ്പനിയുടെ പ്രോഡക്ട്സിനെ പറ്റി നമുക്കൊരു ധാരണ ലഭിക്കുന്നതാണ്. 5 മാനുഫാക്ചറിങ് യൂണിറ്റാണ് കമ്പനിക്കുള്ളത്, ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട്. റിസർച്ച് വിങ് അവർ ബാംഗ്ലൂരും ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടും ഉണ്ട്. ഇപ്പം അടുത്തൊരു 75 കോടിയുടെ ഒരു CAPEX, അതായത് വികസന പ്രവർത്തനങ്ങളൊക്കെ കമ്പനി നടത്തിയിട്ടുണ്ട്. R&Dയിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ചുരുക്കം ചില, അതായത് ഗാലിയം നൈട്രേറ്റ്, ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോണോലിത്തിക് മൈക്രോവേവ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് MMIC 40 GHz വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള ആ MMIC നിർമ്മിക്കുന്ന ചുരുക്കം ചില പ്രൈവറ്റ് കമ്പനികളിലൊന്നാണിത്. പിന്നെ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് ഒരു കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇസ്രായേൽ കമ്പനിയുമായിട്ട് ചേർന്നിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ ഒരു ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സ്ഥലത്ത് കടം വർദ്ധിക്കുന്നതായിട്ട് കാണാം. എങ്കിലും കമ്പയറബിളി ലോഡായിട്ടുള്ള കമ്പനിയാണ്. ഞാൻ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ ഇത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഘടകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പയോട്രോസ്കി സ്കോർ, അതായത് കമ്പനിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പയോട്രോസ്കി സ്കോർ 5 ആണ്. അതൊരു ആവറേജ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 3 വർഷത്തെ നമ്മൾ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പം റവന്യൂ 12.2% ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത്
സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ട് കാണാം. പ്രോഫിറ്റിൽ 61% വളർച്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഒരു ലോ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനിയാണ്. നിയർലി 7% മാത്രമേ ഉള്ളൂ. FIs റീസെൻ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് നല്ല റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് 75% ഓഹരികളും ഇരിക്കുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു വാല്യുവേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ആസ്ട്രോ മൈക്രോ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 65 ടൈംസിനാണ് ഉള്ളത്. ഇൻഡസ്ട്രി 50 ടൈംസിനാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹൈ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അബ്സല്യൂട്ട് ടൈംസിലും സെക്ടറിന് മേളിൽ നിൽക്കുക എന്ന് പറയുന്നത് കമ്പനിയുടെ ഈ സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ ഒരു വാല്യുവേഷൻ ഹൈ ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോഴും 9 ആണ് നിൽക്കുന്നത്. ഈ രണ്ട് ഘടകങ്ങൾ നോക്കുമ്പോഴും ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ ഹൈ ആണെന്ന് തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ നിലവിൽ 915 രൂപയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. 1059 രൂപ വരെ ഓഹരി മുന്നേറിയിരുന്നു. അത് അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. 52 വീക്ക് ഹൈയുമാണ്. 390 ആയിരുന്നു ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മടങ്ങിലധികം ഈ ഓഹരി വർദ്ധിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ROCE ആയാലും 15%, 18.8% ആണ് നിൽക്കുന്നത്. ഇതൊരു ഇമ്പ്രൂവിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയും. റെഗുലർലി ഡിവിഡൻഡ് പേയിങ് ആണ്. പക്ഷേ ലോ ഡിവിഡൻഡിലേ ഉള്ളൂ. പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്ന EBITDA മാർജിൻ 15% അത് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ പോസിറ്റീവാണ്. ഇനി ഇതിൻ്റെ ഒരു സീസണാലിറ്റി, നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡ്സ് നോക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷങ്ങളിലെ സെപ്റ്റംബർ മാസത്തിലെ ഒരു ഡാറ്റ നോക്കുമ്പോൾ അതിൽ 10 തവണയും പോസിറ്റീവായിട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 50-50 എന്നുള്ള രീതി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ അത് മാക്സിമം, അതായത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സെപ്റ്റംബറുകളിൽ ഒരു ആവറേജ് 9% നേട്ടം ഉണ്ടാക്കുന്നതായിട്ട് മാക്സിമം 35% ഗെയിൻ വരെ നേടിയിട്ടുള്ള സെപ്റ്റംബറുകളുമുണ്ട്. അതേസമയം മാക്സിമം നെഗറ്റീവ് 18% ആണ്. ആവറേജ് നെഗറ്റീവ്, അതായത് സെപ്റ്റംബർ ഡൗൺ ആകുകയാണെങ്കിൽ ഉള്ള കണക്കെടുക്കുമ്പോൾ ഒരു ആവറേജ് 8 ആണ്. നോക്കുമ്പോൾ സീസണാലിറ്റി നോക്കുമ്പോഴും ഒരു ഫേവറബിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത് വാല്യുവേഷനിൽ ഒരു ഹൈ തന്നെയാണ്. അത് പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് റീസെൻ്റ്ലി അവരുടെ റവന്യൂ പ്രോഫിറ്റൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള ഒരു ഇത് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഭാവി വളർച്ചയെ മുൻനിർത്തിയുള്ള ഒരു പ്രൈസിങ് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ തുടർന്നുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഓഹരിയിൽ ഈ രീതിയിൽ തുടരാൻ കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ വാല്യുവേഷനിൽ ഹൈ തന്നെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. പക്ഷേ റീസെൻ്റ്ലി ഒരു ഈ സെക്ടർ വൈസ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളത് കൊണ്ടും ഈ ഓഹരിയിലൊരു ശക്തമായ മൊമെൻ്റം കാണുന്നത് കൊണ്ടും അനുസരിച്ച് മുന്നേറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഫ്രഷായിട്ട് ഈ ഒരു നിലവാരത്തിൽ നിന്ന് വീണ്ടും നമ്മൾ, അതായത് കൈവശമുള്ളവർക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തൊരു സ്ട്രോങ് മൊമെൻറ്റം കാണുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ തുടർന്നും ആ ഓഹരിക്ക് ഒരു പെർഫോം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ ഓഹരിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഓഹരിയുടെ ടെക്നിക്കൽ സൈഡ് ശിവദേവ് വിശദീകരിക്കും. ശിവദേവ്, എന്താണ് ഈ ഓഹരിയെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത്? ആസ്ട്ര മൈക്രോവേവ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഒരു ഒബ്സർവേഷൻ നടത്താം. നമുക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ആയതിനു ശേഷം ലെവൽസിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു ദിവസം മുതൽ, അതായത് ഒരു ജൂൺ 5-ാം തീയതി മുതൽ ഒരു ജൂൺ 18-ാം തീയതി വരെ 1 2 3 4 5 6 7 8 9 ട്രേഡിംഗ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് റിട്ടേൺ കൊടുത്തൊരു സ്റ്റോക്കാണിത്. അതിനു മുമ്പ് വലിയൊരു ക്യാൻഡിൽ താഴേക്ക് വന്നിരുന്നു. അതിന് ശേഷമാണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് കൊടുത്തത്. ഇവിടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 723 രൂപയാണ്. ഈ ലെവൽ ഹൈ എന്ന് പറയുന്നത് 1059 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 50% റിട്ടേൺ കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്നും ഒരു ഡൗൺവേർഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ നിന്ന് അതൊരു ഡൗൺവേർഡ് ചാനലായിരുന്നു. ആ ഒരു റിട്ടേൺ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല സ്റ്റോക്ക്. അതായത് ബുള്ളിഷ് മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഈ ഒരു സെയിം ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് ചാനലിൽ കൂടെ സ്റ്റോക്ക് പോയി. ഇവിടെ ശക്തമായിട്ടുള്ള ഒരു മരുബൂസു ക്യാൻഡിൽ വെച്ചിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. നോക്കുമ്പോൾ അറിയാം, ഇവിടെ നിന്ന് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് ഒരു കൺസോളിഡേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കൺസോളിഡേഷൻ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ലെവൽ ശക്തമായിട്ട് പ്രതിരോധ നിലയായിരുന്നു ഇത്. അവിടെ നിന്നും സെപ്റ്റംബർ 12-ാം തീയതി വ്യാഴാഴ്ച ശക്തമായ ഒരു ക്യാൻഡിലിനെ വെച്ചിട്ട് ആ ഒരു ലെവൽ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ആ ഒരു കൺസോൾട്ടേഷൻ ഇപ്പം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിലും ഇതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഒരുപാട് ഹിറ്റ് കിട്ടിയ ഏരിയാസ് ഉണ്ട്. അവിടെ നമ്മൾ ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു റേഞ്ച് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. വരും ദിവസങ്ങളിൽ
സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവൽസ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു 959, 962 ലെവലിലൊക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഈ നിലവിൽ ക്യാൻഡിൽ ഒരു ചെറിയ പുൾ ബാക്ക് ലെവലിലാണ് ഉള്ളത്. നമുക്ക് വോളിയം നോക്കാം. വോളിയം കുറവാണ്, ഓൾമോസ്റ്റ് ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണിത്. EMA ലെവൽ നമുക്ക് നോക്കാം, എങ്ങനെയാണ് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് EMA 20 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. EMA 21 ആണ്. EMA 20, 21 ഒക്കെ ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം EMA 20 ലെവലിൽ നിന്നും നമുക്ക് ഡ്രോയിങ് ഒക്കെ ഒന്ന് കളയാം. കൃത്യമായിട്ട് EMA 20 ലെവലിൽ നിന്നുമാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാം. ഈ ഒരു EMA 20 ഒരുപാട് സ്റ്റോക്ക് സ്റ്റേ ചെയ്ത് നിന്നു. അതിനുശേഷം ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാൻ നോക്കി. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ബയർ ഡിമാൻഡ് വന്നു, സ്റ്റോക്കിനെ തിരിച്ച് കയറ്റുകയാണ് ഉണ്ടായത്. ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ നമുക്ക് EMA ലെവൽസ് ഇടേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെയും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്കൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീക്കിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ ഈ വീക്കിലെ ക്യാൻഡിൽ ആ ഒരു റെസിസ്റ്റൻസ്, ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലുകൾ തന്നെയാണ് ഇവിടെയും പരിഗണിക്കേണ്ടത്. വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്വിംഗ് ഹൈ ഫോർമേഷനിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയും സാധിക്കും. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ നിക്ഷേപം അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആസ്ട്രോ മൈക്രോവേവ് ഓഹരിയുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ ഘടകങ്ങളാണ് കേട്ടത്. ഇനി ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ഓഹരിയായ JSW എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ JSW എനർജിയുടെ ഫണ്ടമെന്റൽ ഘടകങ്ങൾ, അതിന്റെ പ്രത്യേകതകൾക്ക് എന്തൊക്കെയാണ്? JSW എനർജി എന്ന് പറയുന്നത് JSW ഗ്രൂപ്പിൻ്റെ പവർ സെക്ടറിലുള്ള സംരംഭങ്ങളുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. പവർ ജനറേഷനുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് JSW എനർജി നമുക്ക് ചെയ്യുന്നത്. ഇവർക്ക് 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് പ്രധാനപ്പെട്ട പവർ പ്ലാന്റ് ഉള്ളത്. അതിൽ പവർ ജനറേഷനുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ടർബൈൻ മാനുഫാക്ചറിങ്ങും ഉണ്ട്. പിന്നെ മൈനിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ച്വലി ഇവരുടെ ഒരു സപ്ലൈ ചെയിൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണത്. സൗത്ത് ആഫ്രിക്ക ബേസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിന് അവൈലബിലിറ്റി, അതായത് തെർമൽ പവറിന് കൽക്കരി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും ലിഗ്നൈറ്റും ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത്തരം നാച്ചുറൽ റിസോഴ്സസിൻ്റെ ആ ഒരു അവൈലബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ട്. അതൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഓപ്പറേഷണലായിട്ടുള്ള, അതായത് കമ്പനിയുടെ ഒരു ഓപ്പറേഷനായിട്ടുള്ള കപ്പാസിറ്റി, പവർ ജനറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6677 മെഗാവാട്ടാണ്. ഇതിൽ 3158 മെഗാവാട്ടാണ് തെർമലായിട്ടുള്ളത്. ബാക്കി റിന്യൂവബിളാണ്. അതായത് ഹൈഡ്രോയിൽ നിന്ന് 1391 മെഗാവാട്ട് ഉണ്ട്, 1460 മെഗാവാട്ട് വിൻഡ് എനർജി എന്നുണ്ട്, 667 മെഗാവാട്ട് സോളാറിൽ നിന്നുണ്ട്. ഇനി അണ്ടർ കൺസ്ട്രക്ഷൻ, അതായത് ഇപ്പം നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളുടെ ഒരു ഉൽപ്പാദന ശേഷിയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമൽ പവറിന് 700 മെഗാവാട്ടിൻ്റെ പദ്ധതികൾ കമ്മീഷനിൽ എത്തുകയോ അല്ലെങ്കിൽ നിർമ്മാണം പുരോഗമിക്കുകയോ ചെയ്യുന്നുണ്ട്. അതേസമയം റിന്യൂവബിൾ സെക്ടറിൽ നിന്നുള്ളതാണ് 2300 മെഗാവാട്ടിൻ്റെ പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോക്കുകയാണെങ്കിൽ, അതായത് ഭാവിയിലേക്ക് റിന്യൂവബിൾ എനർജിയുടെ പൊട്ടൻഷ്യൽ, ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ ഇതിനെല്ലാം ആനുകൂല്യം മുതലാക്കാൻ വേണ്ടിയിട്ടും ഭാവിയിലേക്കുള്ള കാർബൺ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് കമ്പനിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിൽ ഇതിൽ നിന്നും 10 ഗിഗാവാട്ടിലേക്ക് കമ്പനിയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വരും വർഷങ്ങളിൽ. അപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ കമ്പനിയുടെ ഉൽപ്പാദനശേഷിയിൽ 30% റിന്യൂവബിൾ സെക്ടർ നിൽക്കുന്നതെങ്കിൽ അത് 60-70% വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൂടെ 2030 തന്നെ നിലവിലുള്ളൊരു കാർബൺ എമിഷൻ 50% കുറയ്ക്കാനും 2050 കാർബൺ ന്യൂട്രാലിറ്റി, പൂർണ്ണമായിട്ട് കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കുമെന്നുള്ള കമ്പനിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. പിന്നെ കമ്പനിയുടെ റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിലും 80%, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 80% അല്ലെങ്കിൽ 81% ലോങ് ടൈം ദീർഘകാല പവർ പർച്ചേസിങ് എഗ്രിമെൻ്റായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റവന്യൂ വിസിബിലിറ്റി അല്ലെങ്കിൽ റവന്യൂ നമുക്ക് വരുമാന ലഭ്യത അല്ലെങ്കിൽ വരുമാനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ബാക്കി 20% ആ ഷോർട്ട് ടൈം ഡിമാൻഡിൻ്റെ അനുസരിച്ചുള്ള മെർച്ചൻഡൈസ് ഡിമാൻഡ് അനുസരിച്ച് കമ്പനി കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പനിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ്
ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ് മാർജിനിലും റവന്യൂവിലും ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം കടം വർദ്ധിക്കുന്നതായിട്ടുള്ളതൊരു കൺസേൺ തന്നെയാണ്. സ്വാഭാവികമായിട്ട് പവർ സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു തുടക്ക സമയത്ത് തന്നെ വളരെ വലിയ രീതിയിൽ മൂലധനം അല്ലെങ്കിൽ പൈസ വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സെക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാലാരിഷ്ടത അതിലുണ്ട്. പക്ഷേ കൺസേൺ എന്നല്ല പറഞ്ഞാൽ അത് ഇൻക്രീസിങ് ഡെറ്റ് കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണെന്നാണ് ഉദ്ദേശിച്ചത്. നിലവിൽ 768 രൂപ നിലവാരത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത്. 775 ഓൾ ടൈം ഹൈ, 52K ഹൈ 775 ഇത് കഴിഞ്ഞ ദിവസം ടച്ച് ചെയ്തതാണിത്. അതായത് ഒരു ബ്രേക്ക്ഔട്ട് റാലി ഇതിൻ്റെ അകത്ത് വളരെ സ്പഷ്ടമാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ ഉയരങ്ങളിലേക്ക് അത് പോകുന്നു, പുതിയ ഉയരം ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 52K ഹൈയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നുള്ളതും ഒരു അടുത്ത ഘട്ടം റാലിയുടെ ഒരു സൂചന നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. 347 കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങളിൽ താഴ്ന്ന നിലവാരം. ഇനി എൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ പെട്രോസിക് സ്കോർ 5 ആണ്. ഒരു ആവറേജ് ഫിനാൻഷ്യൽസ് ആണ് പറയാൻ കഴിയുക. ഇനി സ്റ്റോക്കിൻ്റെ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 16 ആണ്. സെക്ടർ P 25 ആണ്. അപ്പം അതിൻ്റെ വളരെ മേളിലുള്ളതാണ് കാണാം. വാല്യൂഷനിൽ ഹൈ തന്നെയാണ്. പ്രൈസ് ടു ബുക്ക് നോക്കുമ്പോൾ 6.42 ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നിൽക്കുന്നതും. ഇതും നോക്കുമ്പോൾ ഹൈ ആണ്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ 8.4 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ROC നോക്കുമ്പോൾ, അതായത് പ്രോഫിറ്റബിലിറ്റിയുടെ മനസ്സിലാക്കുന്ന രണ്ട് ഘടകങ്ങളും 8.59 8.4% നിൽക്കുന്നത്. അബ്സല്യൂട്ട് ടൈംസ് നോക്കുമ്പോൾ കുറവാണെന്ന് കാണാം. പക്ഷേ ഇത് പവർ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ മോഡസ്റ്റായിട്ട് തന്നെ ആ ഒരു റിട്ടേൺ റേഷ്യനെ നമുക്ക് കരുതാം. പക്ഷേ സ്റ്റോക്ക് P വളരെ കൂടുതൽ തന്നെയാണ്, വാല്യൂഷൻ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇവർ റിന്യൂവബിൾ സെക്ടറിന് ഫോക്കസ് ചെയ്തിട്ടുള്ള അത്രയും ഒരു ക്യാപെക്സ് നടത്തുന്നതുകൊണ്ടും മൂലധന വിനിയോഗം നടത്തുന്നത് കൊണ്ടും ഫ്യൂച്ചർ ഗ്രോത്തിനെ എന്നുള്ള രീതിയിൽ ഇത് വേണം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം ഇപ്പോഴത്തെ ഒരു പ്രൈസിനെ. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള സാമ്പത്തിക ബാധകങ്ങളിൽ കമ്പനിയുടെ പെർഫോമൻസും ക്രൂഷ്യലായിരിക്കും. കരിച്ച് വാല്യൂഷൻ ഹൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചർ ഗ്രോത്തിനെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുന്നത്. അപ്പം മുന്നോട്ടുള്ള ആ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ കമ്പനിക്ക് റിസൾട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ കമ്പനി ഓഹരി സമയത്ത് തിരിച്ചടി വരാം. പക്ഷേ ഒരു ശക്തമായിട്ടുള്ള മൂവിങ് ആവറേജുകളൊക്കെ നോക്കുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. തന്നെ ശക്തമായിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് ഓഹരിയിൽ കാണാൻ കഴിയും. വാല്യൂഷനിൽ കമ്പനിയുടെ ഒരു പെഡിഗ്രി ഒക്കെ നോക്കുമ്പോൾ ജിൻഡാൽ ഗ്രൂപ്പിൽ നമുക്ക് കുഴപ്പം പറയാനൊന്നുമില്ല. എനർജി സെക്ടറും പ്രോമിസിങ് ആണ് ഇന്ത്യയിൽ, അതിലും കുഴപ്പമൊന്നുമില്ല. വാല്യൂഷനിൽ ഹൈ ആണെന്ന് വെച്ചാൽ ഹൈ തന്നെയാണ്. പക്ഷേ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ കമ്പനിക്ക് റിസൾട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതാണ്. ഇനി ഈ ഓഹരിയുടെ ടെക്നിക്കൽ സൈഡ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ JSW എനർജി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിയാൽ അറിയാം വളരെ കൃത്യമായിട്ട് ഒരുപാട് തവണ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു ഇത്. ഈ ഒരു സോൺ ഒരു 742 ലെവല്. അവിടെ നിന്നും സ്റ്റോക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കാം. ഒരു സൂം ചെയ്ത് നോക്കുമ്പോൾ ലെവൽസ് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്നും അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിലേക്ക് വന്നു. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു ഡൗൺവേർഡ് ചാനലാണ് ഇവിടെ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ് ലൈക്ക് പാറ്റേൺ ആണെന്ന് പറയാം. ഇവിടെ ഈ ഒരു ലെവല് കൃത്യമായിട്ട് ഒരു ഡൗൺവേർഡ് ചാനൽ ഫോം ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വന്നു. ശക്തമായിട്ടുള്ളൊരു മരവൂസ് ക്യാൻഡിൽ വെച്ചിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറി. ഇപ്പോഴൊരു ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലെവൽ പ്രധാനമാണ്. നമുക്ക് EMA ലെവലും കൂടി ഒന്ന് നോക്കാം. ഇവിടെ EMA അതേപോലെ ട്രെൻഡ് ലൈൻ രണ്ടും ഒരുപോലെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 9-ാം തീയതി അവിടെ നിന്നാണ് സ്റ്റോക്ക് മുകളിലേക്ക് കയറിയത്. ഇവിടെ ആ ഒരു റേഞ്ചിൽ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യാൻ ചെറിയൊരു പ്രയാസം വന്നെങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്തു. ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ 775.60, അതേപോലെ ക്ലോസിങ് 768.25. ഈ ലെവല് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കണം. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ട് അപ്പർ റിജക്ഷൻ വന്ന ഏരിയയാണ്. ഈ ഓഹരിയുടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 വീക്ക് ടൈം ഫ്രെയിമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഓൾമോസ്റ്റ് സ്വിംഗ് ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണിത്. നമ്മൾ നേരത്തെ ഡേ ടൈം ഫ്രെയിമിൽ കണ്ട ഒരു ലെവലിൽ സ്റ്റോക്ക് ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഒരു ലെവല്
കൃത്യമായിട്ട് അവിടെ കണ്ടോ ഒരു അടിഭാഗത്തുനിന്ന് കൃത്യമായിട്ട് റിജക്ഷൻ വന്നോ, ബയർ ഡിമാൻഡ് വന്നോ, സ്റ്റോക്ക് മുകളിലേക്ക് പോയി. ഈ വീക്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മരബോസു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത്. പ്രീവിയസ് ലെവൽ വേറെ ഹൈ ലെവൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ലെവലുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കുക. JSW എനർജിയുടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച മറ്റ് 2 ഓഹരികളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.